നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ്. നമ്മളിപ്പം പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലയായ സീതത്തോടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പത്തനംതിട്ടയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ പത്തനംതിട്ട കഴിഞ്ഞ് വടശ്ശേരിക്കര, ചിറ്റാറ് വഴി സീതത്തോടിലേക്ക് എത്തിച്ചേരാം. സീതത്തോട് അത്ര വലിയൊരു പട്ടണമൊന്നുമല്ല, വലിയൊരു പ്രശസ്തമായ സ്ഥലമൊന്നുമല്ല. പക്ഷേങ്കിൽ സീതത്തോടിലെ രണ്ട് സ്ഥലങ്ങൾ നമുക്കൊക്കെ സുപരിചിതമാണ്. ഒന്ന് ഗവിയും മറ്റൊന്ന് മൂഴിയാറും. ഗവി അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അതുപോലെ തന്നെ മൂഴിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വളരെ പ്രശസ്തമാണ്. ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് നമ്മുടെ ഊർജ്ജ മേഖലയിൽ വളരെയധികം സംഭാവനകൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളും സീതത്തോട് പഞ്ചായത്തിലാണ്. അതുപോലെ തന്നെ ഭൂവിസ്തൃതിയിൽ ഏറ്റവും വലിപ്പമുള്ള പഞ്ചായത്തുകളിലൊന്നാണ് ഈ സീതത്തോട് എന്ന് പറയുന്നത്. വളരെ വലിയൊരു പഞ്ചായത്താണ്. വനമേഖല ആയതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. ഗവി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സീതത്തോട് പഞ്ചായത്തിൽപ്പെടുന്നതാണ്. ഇപ്പം നമ്മൾ ചിറ്റാറ് കഴിഞ്ഞ് സീതത്തോടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സീതത്തോട് പണ്ട് ഒരു മലയോര ചന്തയായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണം, ഒരു ചെറിയ പട്ടണമെന്ന് വേണമെങ്കിൽ പറയാം. വലിയ ആൾത്തിരക്കോ ബഹളങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും വളരെ അധികം സ്ഥാപനങ്ങളും വളരെയധികം കടകളും മറ്റ് കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പം ഈ സീതത്തോട് ടൗണ് വളരെയധികം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളെ, ആശുപത്രി, മറ്റ് ബാങ്ക്, മറ്റ് സ്ഥാപനങ്ങളെ, വലിയ വലിയ കടകളുടെ വലിയ വലിയ ഷോറൂമുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളിപ്പം ആയിട്ടുണ്ട് ഈ സീതത്തോട്ടിൽ. അതുപോലെ തന്നെ സീതത്തോട്ടിൽ മറ്റൊരു വലിയൊരു പ്രത്യേകതയും കൂടുണ്ട്. സീതത്തോട്ടിൽ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷനും കൂടുണ്ട്. സീതത്തോട് ടൗണിനടുത്ത് തന്നെയാണത്. അപ്പോൾ അത് നമ്മളിപ്പോൾ കാണാൻ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സീതത്തോട് ടൗണിലാണ്. വലിയ വിസ്തൃതിയുള്ള ഒരു ടൗണൊന്നുമല്ല, എങ്കിൽ പോലും അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. നമ്മൾ ഇവിടം പിന്നിട്ട് സീതത്തോട് പിന്നിട്ട് നേരെ കക്കാട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 200 മീറ്റർ മുൻപോട്ട് ചെന്ന് കഴിഞ്ഞാൽ കക്കാട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് കാണാം. ഈ കക്കാട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഒരു 50 മെഗാവാട്ട് ശേഷിയുള്ളൊരു വൈദ്യുത നിലയമാണ്. കുറച്ച് വർഷങ്ങൾ 40 വർഷത്തിനടുത്തായതേ ഉള്ളൂ അത് കമ്മീഷൻ ചെയ്തിട്ട്. മൂഴിയാറിൽ, അതായത് ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൽ നിന്നും പുറന്തള്ളുന്ന വെള്ളമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പെൻസ്റ്റോക്ക് വഴി അതിവിടെ എത്തിച്ചിട്ടാണ് ഈ മൂഴിയാറ് കക്കാട് ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം നേരെ കക്കാട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കക്കാട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. നമുക്കിതിനകത്തേക്ക് പ്രവേശനമില്ല, പുറത്തു നിന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം പുറമേ നിന്നുള്ള കാഴ്ചകളാണിത്. 50 മെഗാവാട്ട് ശേഷിയുള്ള ഒരു ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷൻ. വളരെ വിസ്തൃതമായ അകത്തേക്ക് അതിന് സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. നമുക്ക് പുറത്തു നിന്നത് കാണാം. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ബഹളങ്ങളൊന്നും ഇല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം. വീണ്ടും നമ്മൾ ഈ സീതത്തോട് ജംഗ്ഷനിലേക്ക് ഒന്നുകൂടെ ഒന്ന് തിരിച്ചു ചെല്ലുകയാണ്. കുറച്ച് കാഴ്ചകളും കൂടെ അവിടെ കാണാനുണ്ട്. അതൊന്ന് കണ്ടിട്ട് നമുക്ക് മറ്റു കാഴ്ചകളിലേക്കൊന്ന് പോകാം. നമ്മൾ വീണ്ടും സീതത്തോട് ടൗണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടുത്തെ കാഴ്ചകൾ നമ്മൾ മുമ്പേ കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ്, ഒന്നുകൂടെ ഒന്ന് കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴികളെല്ലാം ഒന്നുകൂടെ ഒന്ന് കണ്ട് പോവുക. ഈ ഒരു റോഡിൻ്റെ രണ്ട് സ്ഥലങ്ങളിലും കാണുന്ന സ്ഥാപനങ്ങളൊക്കെ തന്നെ ഉള്ളൂ സീതത്തോട് ടൗൺ എന്ന് പറയുന്നത്. ഇടവഴി കയറി കുറച്ച് കടകളൊക്കെ പുറത്തോട്ടുണ്ട്. അങ്ങോട്ടൊന്നും വണ്ടി കയറി ചെല്ലാൻ വലിയ പാടാണ്. അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല, ഇവിടെ നിന്ന് കണ്ടുപോരുകയാണ്. ഇതൊരു സീതത്തോട് ടൗണിലെ ഒരു വലിയ പാലമാണിത്. ഇതും വളരെ കുറച്ചേ ആയുള്ളൂ. നേരത്തെ ഇവിടെ ചെറിയ ചപ്പാത്തുമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പാലം വന്നിട്ട് കുറച്ച് വർഷങ്ങളേ ആയുള്ളൂ. ഇത് കക്കാട്ടാറിൻ്റെ തീരത്തുള്ളൊരു ടൗണാണിത്. ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ പുറകുവശത്തായിട്ട് കക്കാട്ടാർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പം അതിന് സമീപത്താണ് ഇപ്പോൾ ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും മലയോര വിഭവങ്ങളുടെയൊക്കെ കച്ചവടം, അതായത് കുരുമുളക്, കശുവണ്ടി, റബ്ബർ തുടങ്ങിയ മലയോര വിഭവങ്ങളുടെയൊക്കെ ശേഖരം, മറ്റുള്ള അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള മറ്റ് സാധന സാമഗ്രികളുമൊക്കെ എത്തിച്ചേർന്ന ഒരു ചെറിയൊരു കച്ചവട കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടെ ഒരു ഹൈസ്കൂളുണ്ട്, അതുപോലെ തന്നെ ആശുപത്രി, മറ്റെല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇപ്പം ഇവിടെയെല്ലാം പിന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ കക്കാട് ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷൻ്റെ സമീപത്തു കൂടിയുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതായത് കക്കാട് ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷൻ, അതായത് കക്കാട്ടാറിൻ്റെ നേരെ മറുകരയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലം കടന്ന് നമ്മൾ കോട്ടമൺപാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടിവിടെ കടത്തായിരുന്നു. പാലം വന്നിട്ട് കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. ഈ പാലം കടന്ന് നമ്മൾ മുന്നോട്ട് ചെല്ലുന്നത് കോട്ടമൺപാറയിലേക്കാണ്. പാലം കടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ ഇവിടുന്ന് വഴി രണ്ടായിട്ട് പിരിയുന്നുണ്ട്. ഇടത്തേക്ക് തിരിഞ്ഞാൽ അള്ളുങ്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കും, വലത്തേക്ക് തിരിഞ്ഞാൽ കോട്ടമൺപാറയിലേക്കും. നമ്മൾ നേരെ ഇടത്തേക്ക് തിരിഞ്ഞിപ്പോൾ അള്ളുങ്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളുങ്കലിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷനുണ്ട്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷൻ, അതായത് ഒരു ചെറിയ മിനി ജലവൈദ്യുത പദ്ധതി. ഒരു 7 മെഗാവാട്ട് ശേഷിയുള്ള ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഈ കക്കാട്ടാറിൻ്റെ തന്നെ കക്കാട്ടാട്ടിൽ ആ ഡാം പണിത് അവിടെ ഒരു ചെറിയ സ്റ്റേഷനുണ്ട്. അങ്ങോട്ടുള്ള ഒരു വഴിയാണിത്. അങ്ങോട്ടേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വനത്തിന് നടുക്കാണ്, അള്ളുങ്കൽ എന്ന് പറയുന്ന ആ വനമേഖലയിലാണ് ഈ ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. വളരെ ചെറിയ വഴികളാണ്, ഇടുങ്ങിയ വഴികളൊക്കെയാണ്. പക്ഷെ അവിടെ എത്തുന്നതിന് കുറച്ച് മുമ്പ് വരെ ആൾതാമസമുണ്ട്. റോഡിൻ്റെ രണ്ട് സൈഡിലും ആൾതാമസമുണ്ട്. ഈ കക്കാട്ടാറിൻ്റെ സമീപത്തു കൂടിയാണ് ഈ വഴിയും പോയിക്കൊണ്ടിരിക്കുന്നത്. കക്കാട്ടാറിൻ്റെ തീരത്തു കൂടി തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു 50 മീറ്റർ താഴെ കക്കാട്ടാർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ പിന്നിട്ട് നമ്മൾ അള്ളുങ്കലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചൊരു കാർഷിക ഗ്രാമമാണ്, മലയോര കാർഷിക ഗ്രാമമാണ് ഈ അള്ളുങ്കലും അതുപോലെ തന്നെ കോട്ടമൺപാറയും സീതത്തോടുമൊക്കെ. പ്രധാനമായും റബ്ബറാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കൃഷി. മറ്റ് കമുക്, കുരുമുളകൊക്കെയുള്ള മറ്റ് വിഭവങ്ങളും ഉണ്ട് ഇവിടെ. പക്ഷേ പ്രധാനമായിട്ടും റബ്ബർ കൃഷിയാണ്. നമ്മളിപ്പോൾ അള്ളുങ്കലേക്ക് എത്തിച്ചേരാറായി. കക്കാട്ടാറിനോട് വളരെ അടുത്താണ് ഇപ്പം വഴി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമ്മൾ കക്കാട്ടാറിൻ്റെ ആ അതായത് അള്ളുങ്കൽ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയാണിത്. അവിടുത്തെ ഡാമിലെ ക്യാച്ച്മെൻറ്റ് ഏരിയയാണിത്. വെള്ളം കെട്ടിക്കിടക്കുന്ന നമുക്ക് കാണാം. വളരെ ചെറിയൊരു ഡാമാണ്, വലിയ വിസ്തൃതിയൊന്നുമില്ല. ഒരു പുഴയുടെ വലുപ്പത്തിൽ ഡാം പണിതിട്ട് അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളമാണ് നമ്മളീ കാണുന്നത്. വലിയ മഴക്കാലമായാൽ ഈ കരയിലേക്ക് കയറി റോഡിൻ്റെ സമീപത്ത് വരെയും വെള്ളം പൊങ്ങി കയറാറുണ്ട്. ഇപ്പോൾ വളരെ കുറവാണ്. ഇവിടെ പിന്നിട്ട് നമ്മൾ നേരെ വനമേഖലയിലേക്ക് കിടക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് വനമാണ്, അള്ളുങ്കൽ വനമാണ്. ഇവിടം വരെ ടാർ റോഡുള്ളൂ. ടാറിങ് കഴിഞ്ഞ് ഇനി നമ്മൾ മൺപാതയിലേക്ക് കയറണം. കുറച്ച് ദുർഘടമായൊരു പാതയാണിപ്പോൾ അത്. അധികം ആൾ സഞ്ചാരമില്ലാത്തൊരു റോഡാണിത്. ഈ അള്ളുങ്കൽ ജലവൈദ്യുത പദ്ധതിയിലേക്കും അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരും അവിടുത്തെ വാഹനങ്ങളുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴി. ഈ വഴി നേരെ കാരികയം എന്ന് പറയുന്നത്, അതായത് ചിറ്റാറിന് മുമ്പുള്ള ഒരു സ്ഥലമുണ്ട് കാരിക, അവിടേക്കാണ് ഈ വഴി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് ആളുകളൊക്കെ നടന്നു പോയിക്കൊണ്ടിരുന്നൊരു സ്ഥലമാണിത്. ഇപ്പോൾ സീതത്തോടിലെ പാലമൊക്കെ വന്നു, വാഹന ഗതാഗത സൗകര്യങ്ങളൊക്കെ ഒരുപാട് വന്നതുകൊണ്ട് ഇപ്പോൾ അധികം പേര് ഈ വഴി ഉപയോഗിക്കാറില്ല. മറ്റൊരു കാരണം കൂടെ ഉണ്ട്, അതിന് വന്യമൃഗങ്ങളുടെ ശല്യം ഇപ്പോൾ വളരെ ധാരാളമായിട്ടുണ്ട്. വളരെ നിബിഡമായൊരു വനമാണ്. രണ്ട് സൈഡിലും വലിയ വനപ്രദേശമാണ്. അപ്പം വന്യമൃഗങ്ങൾ
സ്ഥിരമായി ഇവിടെ കാണാറുണ്ട്. ആന, പുലിയൊക്കെ ഉൾപ്പെടെയുള്ളവയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ അങ്ങനെ അധികം സഞ്ചരിക്കാറില്ല. അപ്പം ഞങ്ങളോടും സമീപവാസി ഒരാൾ പറഞ്ഞത് വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടന്നു പോകാൻ ശ്രമിക്കരുത്, വാഹനത്തിൽ തന്നെ പോകാവൂ, നടന്നു പോകുന്നത് അപകടകരമാണെന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വാഹനത്തിൽ തന്നെയാണ് പോകുന്നത്. നമുക്ക് വഴി വളരെ ദുർഘടമാണിത്. ഈ സമീപ കാലങ്ങളിലിത് പുതുക്കി പണിതായിട്ട് കുറച്ച് മണ്ണുമൊക്കെ മാറ്റിയൊക്കെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ വളരെ പാടുപെട്ടു. ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാവുന്ന വീതി മാത്രമേ ഉള്ളൂ. ശരിക്കും ഒരു ഓഫ് റോഡ് യാത്രയെന്ന് വേണമെങ്കിൽ പറയാം. മഴക്കാലമായാൽ ഇവിടുത്തെ യാത്ര ഇതിനേക്കാൾ ദുർഘടമാണ്. ചെളിയും മണ്ണും അതുപോലെ മരങ്ങളും ഒക്കെ വീണ് ഈ റോഡ് ഒട്ടും ഗതാഗത യോഗ്യമല്ലാതായിത്തീരും. ആ സമയത്തൊന്നും ആരും ഈ വഴി പോകാറില്ല. എന്തായാലും നമുക്ക് മുൻപോട്ട് തന്നെ പോകാം. നമുക്ക് കഴിവതും ആ ജലവൈദ്യുത പദ്ധതിയുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലാൻ പറ്റുമോ എന്ന് നോക്കാം. അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുകയില്ലെങ്കിൽ പുറമേ നിന്നുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഉച്ച സമയത്താണെങ്കിൽ പോലും ഇവിടുത്തെ ആ സൂര്യപ്രകാശം കാര്യമായിട്ട് അടിക്കുന്ന ഒരു കാഴ്ച കാണുന്നില്ല. കാരണം അത്രയ്ക്കും നിബിഡമാണ്. ആ റോഡ് പോകുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൊരു വെളിച്ചം നമ്മൾ കാണുന്നുള്ളൂ. അകത്തേക്കൊക്കെ ഭയങ്കരമായ ഒരു കാടിൻ്റെ വന്യതയാണ്. ശരിക്കും നമ്മൾ ഓഫ് റോഡ് വണ്ടികളിൽ വരുന്നതാണ് ഇതിനകത്ത് സൗകര്യം. ഓരോ സ്ഥലവും നമ്മൾ പിന്നിടുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. മരങ്ങളുടെ വേരുകളൊക്കെ വഴിയിലേക്ക് വളർന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടിയൊക്കെയാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കല്ലുകളൊക്കെ വേണ്ടിയില്ല, വഴിയിലെല്ലാം കല്ലുകളിങ്ങനെ എഴിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച. അതുപോലെ തന്നെ ചതുപ്പ് സ്ഥലവുമാണ്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം, മുന്നോട്ടൊന്ന് പോയി നോക്കാം, എവിടം വരെ എത്താൻ പറ്റുമെന്ന് നോക്കാം. വീഡിയോ ഷൂട്ടിംഗ് പോലും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത്രത്തോളം വണ്ടി ആടി ഉലഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മളതിപ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. ഇതിന് നടുക്കൂടെയൊക്കെ പല തോടുകളും ചതുപ്പ് സ്ഥലങ്ങളുമൊക്കെ ആയിട്ടാണ് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മഴക്കാലമായാൽ ഒരു രീതിയിലും പോകാൻ പറ്റാത്തത്ര തോടുകളൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഇപ്പം നമ്മൾ വേനൽക്കാലത്ത് പോകുന്നതുകൊണ്ട് ഇങ്ങനെയെങ്കിലും വണ്ടി അവിടെ എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മൾ 2-3 തോടുകൾ കവർ ചെയ്താണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇവിടം കൊണ്ട് നമുക്ക് യാത്ര അവസാനിപ്പിക്കേണ്ടി വരും. കാരണം വഴിയില്ലാതെ ഒരു മരം വീണ കിടപ്പുണ്ട്, അവിടം വരെ പോകാൻ പറ്റുള്ളൂ. തിരിച്ചു പോവുക മാർഗമുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊന്ന് പോയി കാണാമായിരുന്നു അള്ളങ്കൽ ജലവൈദ്യുത പദ്ധതി. എന്തായാലും നമുക്ക് തിരിച്ചു പോരാം. നമ്മളിനി തിരിച്ച് നേരെ കോട്ടോൺ പാറയിലേക്ക് പോവാം. നമ്മൾ കോട്ടോൺ പാറയിലേക്കുള്ളൊരു യാത്രയിലാണ്. അള്ളങ്കലും പിന്നിട്ട് ഉറുമ്പനി കഴിഞ്ഞ് കോട്ടോൺ പാറ ജംഗ്ഷനിലേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കോട്ടോൺ പാറ ഇതുപോലെ തന്നെ ഒരു മലയോര മേഖലയൊക്കെ കാട്ടാൻ്റെ സമീപത്തൂടെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോട്ടോൺ പാറ വരെ എത്തി. വനത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന, അതായത് നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിയുടെ ഒരു 100-150 മീറ്റർ മാറിക്കഴിഞ്ഞാൽ വനം തുടങ്ങുകയാണ്. അത് വലിയൊരു ജംഗ്ഷനൊന്നുമല്ല, 3-4 കടകളും ഒക്കെയുള്ള ഒരു ചെറിയൊരു
ജംഗ്ഷൻ. അത്യാവശ്യം വലിയ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്നാൽ പോലും ഇവിടുത്തുള്ള ആളുകൾക്കൊക്കെ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന ചെറിയ കടകളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് പാണ്ഡ്യൻപാറ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ മുന്നോട്ട് ചെല്ലുമ്പോഴാണ് ഈ പാണ്ഡ്യൻപാറ. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. പാണ്ഡ്യൻപാറ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് മല തുടങ്ങുകയാണ്, പഞ്ഞിപ്പാറ മല തുടങ്ങുകയാണ്. അങ്ങോട്ട് നമുക്ക് വാഹന സൗകര്യമൊന്നുമില്ല, വഴി വളരെ ദുർഘടമാണ്. ടാറിട്ട റോഡ് ഏകദേശം ഈ പാണ്ഡ്യൻപാറ വഴിയേ ഉള്ളൂ എന്നാണ് നമ്മുടെ അറിവ്. ഒന്ന് പോയി നോക്കാം നമുക്ക് അവിടം വരെ. ബസ് സർവീസ് വരുന്നത് പാണ്ഡ്യൻപാറ വരെ ഉള്ളൂ. ഇവിടെ പ്രൈവറ്റ് ബസ് സർവീസ് നടത്തുന്നുള്ളത് ഈ പാണ്ഡ്യൻപാറ വരെ എത്തുന്നുള്ളൂ. അങ്ങമൊഴി വഴി സേതത്തോട് വഴിയൊക്കെ വരുന്ന ബസ്സുകളുണ്ട്. അത് പാണ്ഡ്യൻപാറ കൊണ്ട് ട്രിപ്പ് അവസാനിക്കുകയാണ്. അവിടെ നിന്ന് പിന്നെ പഞ്ഞിപ്പാറ മല എന്ന് പറയുന്ന ഒരു വനമേഖലയിലേക്കാണ് പിന്നെ പോകുന്നത്. നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം, എൻ്റെ ആ അതിർത്തി വരെയെങ്കിലും ഒന്ന് പോയി നോക്കാം. വലിയ പോപ്പുലേഷനൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ച് വീടുകൾ ഈ റോഡിൻ്റെ 2 സൈഡിലും കാണാൻ പറ്റുന്നുണ്ട്. ഒരു ക്ഷേത്രമുണ്ട്, നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴത് കാണാം. ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്, അതിൻ്റെ സമീപത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടം വരെ ഉള്ളൂ ബസ് സർവീസ്, ഇവിടം വരെ ഉള്ളൂ, ഇവിടം കൊണ്ട് തീരുകയാണ്. ഇവിടം കൊണ്ട് തീർന്നു. ഇനി നമ്മൾ തിരിച്ച് വീണ്ടും കോട്ടൺപാറയിലേക്ക് തന്നെ വരാം. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രം, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പാണ്ഡ്യൻപാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ ഇടതുവശത്ത് കാണുന്നത്. നമ്മളിനി കോട്ടൺപാറ ജംഗ്ഷനിൽ ചെന്നിട്ട് ആങ്ങമൊഴിയിലേക്കുള്ള യാത്ര തുടരണം. കോട്ടൺപാറ ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാൽ നമുക്ക് ആങ്ങമൊഴിയിലേക്ക് എത്താം. 2 കിലോമീറ്റർ പോയാൽ ആങ്ങമൊഴി എത്തും. പക്ഷെ ഇവിടെ കോട്ടൺപാറ നല്ല റോഡുകളും കാര്യങ്ങളും ഒക്കെയാണ്, നല്ല ടാറിങ്ങും. നമ്മൾ അള്ളുങ്കൽ ഭാഗത്തേക്ക് പോയ പോലുള്ള റോഡല്ല ഇവിടുത്തെ, നല്ല റോഡുകളാണ് ഇവിടുത്തെ. നമ്മൾ വീണ്ടും ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഈ കോട്ടൺപാറ ജംഗ്ഷനിലേക്ക് എത്തി. ഇവിടെ നിന്ന് തിരിഞ്ഞിനി നമുക്ക് ഇടത്തേക്ക് തിരിഞ്ഞ് ആങ്ങമൊഴിയിലേക്ക് പോകണം. വലത്തേക്ക് തിരിഞ്ഞാൽ അടിയൻകാല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അത് വലിയൊരു തേക്ക് പ്ലാന്റേഷനൊക്കെ ഉള്ള ഒരു മലയാണ്. ഇവിടെ നമ്മൾ നേരെ ഇടത്തേക്ക് തിരിഞ്ഞ് ആങ്ങമൊഴിയിലേക്ക് യാത്ര തുടരുകയാണ്. ഇവിടെ നിന്ന് 2 കിലോമീറ്ററോളം ഉണ്ട് ആങ്ങമൊഴിയിലേക്ക് എത്തിച്ചേരാൻ. വാലുപാറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വാലുപാറ കഴിഞ്ഞ് ആങ്ങമൊഴിയിലേക്ക് എത്തുകയാണ്. ആങ്ങമൊഴിയിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഗവിയുടെ എൻട്രി. അവിടെ ഒന്ന് കണ്ടേച്ച് പോരാം. ഗവിയിലേക്ക് നമുക്ക് ഇപ്പോൾ പ്രവേശനമില്ല എങ്കിൽ പോലും ആ ഗവിയുടെ എൻട്രി പോയിൻ്റ് വരെ നമുക്കൊന്ന് പോയി വരാം. ആങ്ങമൊഴിയും പിന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ 1 കിലോമീറ്ററും കൂടെ മുന്നോട്ട് ചെന്നാൽ ഗവിയിലേക്കുള്ള എൻട്രി ആവും. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ കടന്ന് നമുക്ക് വേണം ഗവിയിലേക്ക് ചെല്ലാനായിട്ട്. നേരത്തെ ഗവിയിലേക്കൊക്കെ വാഹനങ്ങളെത്തി അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് പോവുകയായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഓൺലൈൻ ബുക്കിംഗ് ആണ്. 2-3 ദിവസം മുമ്പ് ഓൺലൈൻ ബുക്കിംഗ് ഓപ്പൺ ആവും. അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വാഹനം കടത്തി വിടുന്നത്. രാവിലെ 8 മണി മുതലോ മറ്റോ ആണ് അവിടെ കടത്തി വിടുന്നത്. ആ ബുക്കിംഗ് ഉള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഗവിയിലേക്കുള്ള വഴിയിലാണ്. അതിൻ്റെ സമീപത്തും ആൾത്താമസമൊക്കെ ഉണ്ട്. വലിയ മലയാണ്, എന്നാൽ പോലും
റോഡിനോട് ചേർന്നൊക്കെ വീടുകളുണ്ട്, സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളാണതൊക്കെ. കുറച്ച് ദുർഘടമായൊരു വഴിയാണ്, അതായത് മലയോര വഴി. ഇവിടെയൊക്കെയും കാട്ടുമൃഗങ്ങളുടെ ശല്യം സ്ഥിരമായുള്ള ഒരു ഏരിയയാണ്. എന്നാൽ പോലും ആളുകൾ സ്ഥിരമായിട്ട് താമസിക്കുന്നുണ്ട്. ഇപ്പോൾ 2 ഹോം സ്റ്റേകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വൃത്തിയുള്ള ചെറിയ ഹോം സ്റ്റേകൾ. ഗവി ടൂറിസത്തിന് വരുന്നവർക്ക് സൗകര്യപ്രദമായ താമസമൊരുക്കുന്ന 2-3 ഹോം സ്റ്റേകളുണ്ട്. അവിടെ പിന്നിട്ട് നമ്മൾ ചെക്ക് പോസ്റ്റിനടുത്തേക്ക് എത്തി. പക്ഷേ ഇപ്പം നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, പാസ്സില്ലാത്ത കാരണം നമ്മൾ തിരിച്ചു പോരേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോരുകയാണ്. ഇനി നമ്മൾ ആങ്ങമൊഴിയിലെത്തി വീണ്ടും സീതത്തോടിലേക്ക് പോകണം. നമുക്ക് ആങ്ങമൊഴിയിലെത്തിയിട്ട് നമ്മൾ കക്കാട്ടാറിൻ്റെ മറ്റൊരു കരയിൽ കൂടിയാണ് സീതത്തോടിലേക്ക് എത്തുന്നത്. ഇതിപ്പോൾ ആങ്ങമൊഴി ജംഗ്ഷനിൽ നമ്മളെത്തി. ഇതും വലിയൊരു ജംഗ്ഷനൊന്നുമല്ല, ചെറിയ കുറച്ച് കടകളും അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ജംഗ്ഷന്. പ്രധാനമായും ശബരിമല സീസണൊക്കെ ആകുമ്പോഴാണ് ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ശബരിമലയോട് വളരെ അടുത്തൊരു സ്ഥലമായതുകൊണ്ട് ആ സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ യാത്ര ഇന്ന് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി അടുത്ത് തന്നെ എത്തുന്നുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.